ഹലോ, അസ്സലാമു അലൈക്കും. അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് 500 ഗ്രാമിൻ്റെ സോപ്പ് ബേസ് എടുത്തിട്ട് ഞാൻ ഇന്ന് ചെമ്പകം കൊണ്ടാണ് സോപ്പ് ഉണ്ടാക്കാൻ പോണത്. അപ്പം എൻ്റെ വീട്ടിൽ കുറേ ചെമ്പകം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പം അതിൽ നിന്ന് ഒരു രണ്ട് പൂവ് എടുത്തിട്ടാണ് ഞാൻ സോപ്പ് ഉണ്ടാക്കാൻ പോകുന്നത്. കുറേ ദിവസമായി ഇങ്ങനെ ഉണ്ടാക്കണം എന്ന് വിചാരിക്കുന്നു. പിന്നെ മഴ കാരണമൊക്കെ ഇങ്ങനെ മടിയായിട്ട് കുറേ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടും കാര്യമില്ലല്ലോ. ഓർഡർ ഉള്ളപ്പോഴല്ലേ നമുക്ക് ഉണ്ടാക്കേണ്ട ആവശ്യമുള്ളൂ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ മടി പിടിച്ചിട്ട് ഇരുന്നതാണ്. അപ്പോൾ പിന്നെ എനിക്ക് തോന്നി കുറേ ആൾക്കാരായി ഇങ്ങനെ ഡൗട്ടും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിക്കണം. അപ്പോൾ പിന്നെ എന്തായാലും ഒന്ന് ഉണ്ടാക്കി കാണിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് 500 ഗ്രാമിൻ്റെ സോപ്പ് ബേസാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഞാൻ ആഡ് ചെയ്യുന്നത് 2 ചെമ്പകത്തിൻ്റെ പൂവാണ് അതിലേക്ക് ആഡ് ചെയ്യണത്. പിന്നെ ഇതിലേക്ക് ഞാൻ വേറെ കൂടുതലായിട്ടൊന്നും ആഡ് ചെയ്യണില്ല. പിന്നെ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യണത് ഫ്രാഗ്രൻസ് ഓയിലാണ് ആഡ് ചെയ്യണുള്ളത് മണത്തിന് വേണ്ടിയിട്ട്. പിന്നെ കൂടുതലുള്ള കൂട്ടൊന്നും ഞാനിതിൽ ചേർത്തിട്ടില്ല. ഇനി നമുക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പദം ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു തുള്ളി വെളിച്ചെണ്ണ ആഡ് ചെയ്താൽ മതി. സാധാ വെളിച്ചെണ്ണ ഒരു ലേശം ആഡ് ചെയ്താൽ മതി. അപ്പം നന്നായിട്ട് പദം ഉണ്ടാവും. അല്ലാണ്ട് തന്നെ ആഡ് ചെയ്യാണ്ട് തന്നെ ഇതിൽ നല്ല പതയാണ്. ഈ സോപ്പ് ബേസിൽ നല്ല പത കിട്ടാറുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചവർക്കൊക്കെ അറിയാം. അപ്പോൾ അതും പിന്നെ സോപ്പ് ബേസ് നല്ല ക്വാളിറ്റി ഉള്ള സോപ്പ് ബേസാണ് എൻ്റെ കയ്യിൽ നിന്ന് ഞാൻ കൊടുക്കാറുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ ഇത് ഈ 500 ഗ്രാമിൻ്റെ സോപ്പ് ബേസ് കുഞ്ഞു പീസായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്കതൊന്ന് ഡബിൾ ബോയിൽ ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ ഞാനിത് കട്ട് ചെയ്യണത് കാണിച്ചിട്ടുണ്ട് എന്നുള്ളൂ. ഡബിൾ ബോയിൽ ചെയ്യണമെന്ന് ഞാൻ കാണിച്ചിട്ടില്ല. കാരണം എല്ലാവർക്കും അറിയാമല്ലോ ഡബിൾ ബോയിൽ എങ്ങനെ ചെയ്യാന്നുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പം അത് ഡബിൾ ബോയിൽ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ആ സമയം കൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്യണം, 2 പൂവല്ലേ ഉള്ളൂ. അപ്പോൾ അതിന് മാത്രമുള്ള പൂവില്ലല്ലോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തത്, നമ്മൾ ഈ ഇങ്ങനത്തെ ഒരു അമ്മിക്കുട്ടി പോലത്തെ ഒരു സംഭവത്തിൽ ഇട്ടിട്ട് നന്നായിട്ട് ചതച്ചെടുക്കുന്നുണ്ട്. കാരണം മിക്സിയിൽ ഇട്ടിട്ടുള്ള അരച്ചെടുക്കാനുള്ള സാധനം നമ്മുടെ കയ്യിലില്ല. ഉണ്ടായിരുന്ന സമയത്തോ ഉണ്ടാക്കാനും തോന്നിയില്ല. അപ്പോൾ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചപ്പോൾ ചെമ്പകത്തിൻ്റെ പൂവും കിട്ടാനില്ലാണ്ടായി. ഇപ്പോൾ ഇങ്ങനെ കഴിഞ്ഞു തുടങ്ങിയിരിക്കുന്നു. ബാക്കി ലാസ്റ്റ് 2 കിട്ടിയതാണ്. അപ്പോൾ അത് വെച്ചിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെയാണ് ഇപ്പോൾ ഇന്ന് സൂപ്പ് ഉണ്ടാക്കാൻ നിന്നത്. അപ്പോൾ നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട്. അപ്പോഴത്തേനും നമ്മുടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്ന സോപ്പ് ബേസ് നന്നായിട്ട് മെൽറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് എന്ത് ചെയ്യുക, ചതച്ച് വെച്ചിട്ടുള്ള നമ്മുടെ ചെമ്പകത്തിൻ്റെത് നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായി അരയൊന്നുമില്ല, എന്നാലും ഇങ്ങനെ തരി പോലെ ആയിട്ട് കിടക്കുന്നുണ്ടാവും. അതിപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഫുള്ളായിട്ട് ഇപ്പോൾ അതിലേക്ക് നമ്മൾ ആക്കിയിട്ടുണ്ട്. നമ്മൾ ഡബിൾ ബോയിൽ ചെയ്ത സോപ്പ് ബേസിലേക്ക് നമ്മൾ കംപ്ലീറ്റ് ചെമ്പകത്തിൻ്റെ അരച്ചത് നമ്മളതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യുക, മണത്തിന് വേണ്ടിയിട്ട് ഫ്രാഗ്രൻസ് ഓയിൽ കുറച്ച് ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ ഒരുവിധം പേരൊക്കെ ചോദിക്കുന്നുണ്ട് ഫ്രാഗ്രൻസ് 25 ml ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അത് 1 കിലോക്ക് നമുക്ക് ആ 25 ml പാകമാണ്. അതായത് 500 ml ആണെങ്കിൽ 25 ml പകുതിയോളം ഒഴിച്ചാൽ മതി. പിന്നെ പകുതി 500 ml ആയിട്ട് നമ്മൾ ഒഴിച്ചെടുത്താൽ മതി. അപ്പോൾ ഇതിന് അതൊക്കെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്കിതിൽ 4 സോപ്പാണ് കിട്ടുന്നത്. നാല് സോപ്പും പിന്നെ ഒരു ചെറിയൊരു പീസുമാണ് നമുക്ക് കിട്ടുന്നത്. പീസ് പിന്നെ നമുക്ക് എന്തിനേലും നമുക്ക് തന്നെ കുളിക്കാനൊക്കെ യൂസ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ബാക്കി വരുന്നത് അതിലേക്ക് ഒഴിച്ചു. കറക്റ്റായിട്ട് നമുക്ക് 4 സോപ്പാണ് നമുക്ക് ഇതിൽ നിന്ന് 1/2 കിലോൻ്റെ ഇതിൽ നിന്ന് കിട്ടും. ചിലത് ചിലപ്പോൾ 5 കിട്ടും, ചിലത് 4 കിട്ടും. അങ്ങനെയാണ് കിട്ടുക. ഞാൻ മുന്നേ ഉണ്ടാക്കി വെച്ചതാണ് മറ്റേ ആ ബേബി സോപ്പ്. അതിൻ്റെ വീഡിയോസ് ഞാൻ ഇന്നലെ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇന്നിപ്പോൾ ചെമ്പകത്തിൻ്റെ സോപ്പാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ വളരെ എളുപ്പമാണ്. നമുക്ക് എന്താണ് നമ്മുടെ കയ്യിലുള്ളത് വെച്ചെങ്കിൽ നമുക്ക് സോപ്പ് ബേസ് നല്ല ക്വാളിറ്റി ഉള്ള സോപ്പ് ബേസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര സോപ്പ് വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതുപോലെ സോപ്പ് ബേസ്, അതുപോലെ ഗോട്ട് മിൽക്ക് ബേസ്, അതുപോലെ തന്നെ ഫ്രാഗ്രൻസ് ഓയിൽ, ഇതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്താൽ മതി. നമ്മുടെ വാട്സപ്പ് നമ്പർ ഒന്നുകിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും, അല്ലാന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ നമ്മുടെ വാട്സപ്പ് നമ്പർ ഉണ്ടായിരിക്കും.
സോപ്പൊക്കെ സെറ്റായി എടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ചെമ്പകത്തിൻ്റെ സോപ്പ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് വെക്കുക. ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ നല്ല മണം, ശരിക്കും ചെമ്പകത്തിൻ്റെ ഒരു മണം പോലെയാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എന്നിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്ത് ചെയ്യുക, കമൻറ്റിൽ അറിയിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരേക്കും ബൈ ബൈ.